നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ആർ സുഗതന് വീണ്ടും തിരിച്ചടി. സുഗതന്റെ 6 മാസത്തെ കാപ്പ തടവ് കാപ്പ ഉപദേശക സമിതി ശരിവെച്ചു. ഇതോടെയാണ് തിരിച്ചടി നേരിടേണ്ടി വന്നത്. സുഗതനെ തടങ്കലിൽ വയ്ക്കാൻ തക്കതായ കാരണമുണ്ടെന്നാണ് ഉപദേശക സമിതി സർക്കാരിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇതോടെ സുഗതന്റെ തടങ്കൽ തുടരുമെന്ന് കാട്ടി ആഭ്യന്തര വകുപ്പ് ഉത്തരവും ഇറക്കിക്കഴിഞ്ഞു. ജൂൺ 10-നാണ് സുഗതൻ അറസ്റ്റിലായത്. അന്നു മുതൽ 6 മാസം സുഗതൻ ജയിലിൽ കഴിയണം. വധശ്രമം ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് സുഗതനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ നടപടിക്കെതിരെ സുഗതന് വേണമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതിയും തള്ളിയാൽ സുഗതൻ ജയിലിൽ തന്നെ കഴിയണം. ഇങ്ങനെ സംഭവിച്ചാൽ കൗൺസിലർ സ്ഥാനവും നഷ്ടമാകും. ഇത് ബി.ജെ.പി. ഭരണത്തിന് വലിയ തിരിച്ചടിയാകും. 101 അംഗ സമിതിയിൽ സുഗതൻ ഉൾപ്പെടെ 50 അംഗങ്ങളാണ് ബി.ജെ.പിക്കുള്ളത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് ബി.ജെ.പി. അവിടെ ഭരിക്കുന്നത്. വട്ടിയൂർക്കാവ് പോലീസിന്റെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് സുഗതൻ. 2019 ഓഗസ്റ്റ് 25-ന് ഒരാളെ കല്ലുകൊണ്ട് തലക്കടിച്ചു. 2023 ജൂലൈ 20-ന് മറ്റൊരാളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വാഹനങ്ങളും വീടും ആക്രമിച്ച് അടിച്ചു തകർത്തു. 2023 ജൂലൈ 17-ന് ഭർത്താവിനെതിരെയുള്ള പക തീർക്കാൻ അയാളുടെ ഭാര്യയെ വീട്ടിൽ കയറി ആക്രമിച്ചു. 2025 മാർച്ച് 14-ന് ബിസിനസ് തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ചു. 2025 ജൂലൈ 25-ന് സെക്യൂരിറ്റി ജീവനക്കാരന് പണം നൽകാത്തതിന് ജുഡീഷ്യൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തി. 2026 ഫെബ്രുവരി 2-ന് അന്ന് MLA ആയിരുന്ന VK പ്രശാന്തിന്റെ പരാതിയിൽ ശിശുമന്ദിരം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് തടസ്സപ്പെടുത്തി. ഈ കേസുകളെല്ലാം നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുഗതനെ ബി.ജെ.പി. വാഴോട്ടുകോണത്ത് സ്ഥാനാർത്ഥിയാക്കിയത് മത്സരിപ്പിച്ചത്. വാഴോട്ടുകോണം ഡിവിഷൻ ഇടതുപക്ഷ വാർഡായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അത് ഇടതുപക്ഷത്തിന്റെ കുത്തകയായിരുന്നു. അവിടെയാണ് സുഗതൻ മത്സരിച്ച് ബി.ജെ.പി. അവിടെ പിടിച്ചടക്കിയത്. കഴിഞ്ഞ ദിവസം സുഗതന്റെ 2 ജാമ്യാപേക്ഷകൾ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. മാർച്ചിൽ വട്ടിയൂർക്കാവ് വള്ളേക്കടവ് ജംഗ്ഷനിൽ വെച്ച് അരുവിപ്പുറം കുളുമല സ്വദേശി പ്രശാന്തിനെ മർദ്ദിച്ച കേസിലും കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ച കേസിലുമാണ് സുഗതൻ ജാമ്യ ഹർജി നൽകിയിരുന്നത്. നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ് സുഗതൻ. ജയിലിൽ നിന്ന് ഇറങ്ങാനാകാതെ വരികയും കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്താൽ ബി.ജെ.പിയുടെ കോർപ്പറേഷൻ ഭരണം തുലാത്രാസിലാകും. ഒരു ഉപതെരഞ്ഞെടുപ്പ് വാഴോട്ടുകോണം ഡിവിഷനിൽ ഉണ്ടായാൽ ബി.ജെ.പി. പച്ച തൊടില്ല. കഴിഞ്ഞ തവണ സുഗതനായതുകൊണ്ട് മാത്രമാണ് നിസാര വോട്ടുകൾക്ക് അവിടെ ജയിച്ചത്. ബി.ജെ.പി. അവിടെ തോറ്റാൽ കോർപ്പറേഷനിൽ അംഗസംഖ്യ 49 ചുരുങ്ങും. കേവല ഭൂരിപക്ഷത്തിന് 51 വേണം. ഇപ്പോൾ 50-ഉം ഒരു സ്വതന്ത്രനുമാണുള്ളത്. അങ്ങനെ വന്നാൽ ഭരണ പ്രതിസന്ധി ഉണ്ടാകും. വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നാൽ ബി.ജെ.പി. ജയിച്ച പല വാർഡുകളിലും പപ്പടം പൊട്ടുന്നത് പോലെ പൊട്ടും.